എൻ.ഡി.എ സ്ഥാനാർത്ഥി മോഹൻ ജോർജും കുടുംബവും 24-നൊപ്പം ചേരുകയാണ്. വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്താണ് മണ്ഡലത്തിലെ ഒരു പൾസ്? ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. നരേന്ദ്രമോദിജിയുടെ വികസിത ഭാരതം എന്ന മുദ്രാവാക്യത്തിന് ചുവടുപിടിച്ചുകൊണ്ട് വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. അതിനനുകൂലമായി ജനങ്ങൾ ചിന്തിക്കും. വലിയ വ്യത്യാസമുണ്ടാവും. ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ ഒരു തീരുമാനം ജനങ്ങൾ എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിൽ ആശയക്കുഴപ്പം, പിന്നീട് താങ്കൾ സ്ഥാനാർത്ഥിയെ വന്നു, പിന്നീടുള്ള ഒരു പ്രചരണമെല്ലാം വലിയ രീതിയിൽ ഒരു ബി.ജെ.പി. പ്രവർത്തകർ വളരെ ആവേശകരമായി പ്രവർത്തനം നടത്തി. ഞാൻ ഇന്നലെ രാത്രി 12 മണി വരെ ഞങ്ങൾ പല ബൂത്തുകളിലും പോയി. എല്ലായിടത്തും വലിയ ആവേശം, എല്ലായിടത്തും ഭയങ്കര ആവേശം. ജനങ്ങളുടെ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതാണ് ഇപ്പം ഞങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും ആ ഒരു മുന്നേറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രൈസ്തവ വോട്ടുകളെല്ലാം കുറേയുള്ള ഒരു മണ്ഡലം കൂടിയാണത്. ക്രൈസ്തവരല്ല, നാനാജാതി വിഭാഗങ്ങൾ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. എല്ലാ വിഭാഗത്തിൽ നിന്നും എനിക്ക് വോട്ട് കിട്ടും. എനിക്ക് എല്ലാവരുമായി എനിക്ക് നല്ല സഹോദര്യ ബന്ധമാണുള്ളത്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? സന്തോഷം. സ്വന്തം ഭർത്താവിന് വേണ്ടി വോട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ ആത്മാഭിമാനമുണ്ട്. നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കും. എന്താണ്? ഒത്തിരി സന്തോഷമുണ്ട്. രാവിലെ എത്തിയതേ ഉള്ളൂ. പപ്പയ്ക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്താണ് ഈ മണ്ഡലത്തിനെ പറ്റി എന്താണ് പഠിച്ചിട്ടുണ്ടോ? അറിയോ ഈ മണ്ഡലം? ഇപ്പൊ പപ്പ നിന്ന് കഴിഞ്ഞിട്ടാണ് എല്ലാം പഠിച്ചു തുടങ്ങിയത്. എന്താണേലും ജയിക്കട്ടെ, ശുഭപ്രതീക്ഷയോടെ നിൽക്കുന്നു. തീർച്ചയായും മികച്ചൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി പങ്കുവച്ചത്.